നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് കപ്പേനെ പറ്റി അല്ലെങ്കിൽ മരച്ചീനിയെ പറ്റിയാണ് കേട്ടോ പറയുന്നത്. നമ്മൾ പാലായിലൊക്കെ നമുക്ക് എപ്പോഴും, എൻ്റെ വീട് പാലായിലാണ്, പാലായിലൊക്കെ എപ്പോഴും നമുക്ക് കപ്പ അല്ലെങ്കിൽ മരച്ചീനിയായിരുന്നു നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ കപ്പയും മീൻകറി. അല്ലെങ്കിൽ വൈകുന്നേരം വരുമ്പോഴത്തേക്കും നമുക്ക് ചെണ്ടക്കപ്പയും മുളക് പൊട്ടിച്ചു അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ വീട്ടിലത്തെ നമ്മുടെ ചെറുപ്പകാലത്തിലെ സമയം. അപ്പോൾ ഇപ്പോഴും നമുക്ക് ആ കപ്പയെന്ന് പറഞ്ഞാൽ അതൊരു ഫീലിംഗ് ആണേ. അപ്പോൾ അതുകൊണ്ട് എപ്പോൾ കപ്പ കിട്ടിയാലും എവിടെ കിട്ടിയാലും ഞാനെടുത്ത് കഴിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു കാലമായിരുന്നെന്ന്. ഇപ്പോഴും അമ്മച്ചി അതുകൊണ്ട് കപ്പ നടും കേട്ടോ. ഇപ്പോൾ 1-2 കപ്പയൊക്കെ നടും. പക്ഷേ അതിന് നന്നായിട്ട് പരിപാലിക്കാനൊന്നും ഇപ്പോൾ അമ്മച്ചിക്ക് സാധിക്കത്തില്ല. അതുകൊണ്ട് അതുപോലെ അത്രയും കപ്പയൊന്നുമില്ല. എന്നാലും ഇപ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ ചെന്നപ്പം കപ്പ പറിച്ച് വേവിച്ചു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ആണ്. അത് ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞെങ്കിൽ. അത് കഴിഞ്ഞ് കപ്പ വാട്ടുന്ന സമയമായി കഴിയുമ്പോഴേ എനിക്കറിയത്തില്ല എത്ര പേർക്കൊക്കെ കപ്പ വാട്ടുന്നത് എങ്ങനെയാണ് എന്നൊക്കെ അറിയാവുന്നേ. കപ്പ വാട്ടുന്ന സീസൺ ആയി കഴിഞ്ഞെങ്കിൽ പിന്നെ അതും ഒരു ആഘോഷമായിരുന്നു കേട്ടോ. കപ്പ വാട്ടെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ആഘോഷമായിരുന്നേ. അപ്പോൾ ഇപ്പോൾ സ്വർഗ്ഗം എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് നിങ്ങൾ കണ്ടു കാണുമല്ലേ കപ്പ വാട്ടുന്നതൊക്കെ എങ്ങനെയാണ്. അപ്പോൾ അതുപോലെയാണ് കപ്പ വാട്ടിക്കൊണ്ടിരുന്നത്. അതുപോലെ ഒരു ഫീലിംഗ് ആയിരുന്നു ഞങ്ങൾക്ക് കപ്പ വാട്ടുന്നത്. അപ്പം കപ്പ വാട്ടിക്കഴിഞ്ഞ് ചാക്കുകളോളം കപ്പ കൊണ്ടുപോയി കെട്ടിക്കൊണ്ടുപോയി നമ്മൾ തട്ടുംപുറത്ത് വയ്ക്കും. തട്ടുംപുറത്തുനിന്ന് ഇതുപോലെ മുകളിൽ നിന്ന് എല്ലാ ദിവസവും പ്രാർത്ഥന കഴിയുമ്പം നമ്മൾ കപ്പ എടുത്ത് വെള്ളത്തിലിടുക എന്നുള്ള ഒരു പരിപാടിയായിരുന്നു ഞങ്ങൾക്ക്. അത് ഞങ്ങളുടെ ഒരു റൊട്ടീനായിരുന്നു. അപ്പോൾ ഇപ്പോഴും ഞാൻ കുറച്ച് കപ്പ കൊണ്ടുവന്ന് വയ്ക്കും കേട്ടോ. ഉണക്കക്കപ്പ കൊണ്ടുവന്ന് വയ്ക്കുകയോ ഉണക്കക്കപ്പ കൊണ്ടുവന്ന് വെച്ചാൽ മുകളിൽ എടുത്ത് വയ്ക്കുവാണെങ്കിലേ നമ്മൾ മുകളിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്കൊരു ഫീലിംഗാണ്. പണ്ടത്തെ കാലത്ത് നമ്മൾ തട്ടുംപുറത്ത് വലിഞ്ഞു കയറിയ ഒരു ഫീലിംഗാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ കപ്പയുടെ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞെങ്കിൽ. അപ്പോൾ കപ്പ വേവിക്കാനൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. വേവിച്ച് കപ്പയുടെ കട്ട് കളഞ്ഞിട്ട് വേണം നമ്മൾ വേവിച്ച് കഴിക്കാമെന്നൊക്കെ അറിയാമായിരിക്കും. അപ്പോൾ അത് ഞങ്ങൾ കപ്പ വേവിച്ച് കഴിക്കുന്ന ആ വീഡിയോ ഒക്കെയാണ് ഇന്നിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിത് എൻജോയ് ചെയ്യുമെന്ന് കരുതുന്നു. ഇതെന്നാന്നറിയാമോ? കപ്പ അറിയത്തില്ലേ? കസാവാ. കസാവയുടെ ചെടിയാണ് ഇത്. ഇത് എവിടെ ഉണ്ടാകുന്ന അറിയാമോ? അതിൻ്റെ അടിയിലുണ്ടാകുന്നു. പക്ഷെ അതിൻ്റെ അടിയിലില്ല. ഇത് ചുമ്മാ കോല് കുളച്ച് വന്നല്ല അമ്മച്ചി. പെട്ടെന്ന് പോയായിരുന്നു. പഞ്ചായങ്ങൾ പറിച്ച് ഉപയോഗിച്ചു. കണ്ട് അത് പറിച്ചിട്ട് വേണം ഞാനിവിടെ ജീപ്പ് കപ്പ ഉണ്ടാക്കാൻ. എന്നാലും അത് മഴയല്ലേ, മഴയില്ലെങ്കിൽ ചോട്ടി വല്ലതുണ്ടോ? അതെ ഇത് പിടിച്ചേ. ചെറിയ അയ്യോ സോറി ബാബേ. എന്താ പറ്റിയേ? കാണുന്നുണ്ടോ? അതുകൂടി നേറുപാടൊന്നും ഇല്ല. ചെറിയ കുറുമ്പല്ലേ ഉള്ളൂ. ബാബേ അമ്മയൊക്കെ ചെറുതായിരുന്നപ്പോഴേ അമ്മ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അമ്മയുടെയൊക്കെ വിനോദമല്ല, രാവിലത്തെ കലാപരിപാടിയായിരുന്നു. പച്ചക്കപ്പ പറിക്കാൻ വേണ്ടി രാവിലെ കപ്പ പറിച്ചു അല്ലേ? രാവിലെ കപ്പ പറിച്ച് വേവിച്ചിട്ടായിരുന്നു പള്ളി കടയിൽ ഇത് സ്കൂളിൽ പോകുമ്പോൾ ഭക്ഷണം കഴിക്കുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കപ്പ. മീനോ ഇറച്ചിയോ ഒക്കെ കൂട്ടിയൊക്കെ തിന്നു. അതെ, ചെണ്ടക്കപ്പ ആണെങ്കിൽ ചിലപ്പോൾ മുളക് പൊടിച്ച ചാറുമുളക് ഉണ്ടാക്കി തിന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. അറിയാവോ, നിങ്ങൾക്ക് ഇതൊക്കെ ഫണ്ണിയായിട്ട് തോന്നും അല്ലേ? അയ്യോ പറഞ്ഞോളക്ക് ഇതേ വല്ലതും ഉണ്ടോ? ഇല്ലെങ്കിൽ വേണ്ട നോക്കട്ടെ. ഒരു കിലോ കൂടെ ഞങ്ങൾ 2 കിലോയൊക്കെ ചെയ്തതാണ്. ഞാനും വസന്തും കൂടെ ഇത് കിടത്ത് പോയിട്ടാണ് പറിക്കാൻ സമയമായിരുന്നു. ഒന്നുമില്ല പണി. ചിരിക്കുന്നതല്ലേ അമ്മയ്ക്ക് മൂരില്ലല്ലേ? എൻ്റെ കൂന ശരിയാകാനിട്ടാ. ആ താഴത്തെ പറമ്പ് മൊത്തം കപ്പയായിരുന്നു പണ്ട്. അറിയാവോ? കപ്പക്കരങ്ങ നിങ്ങൾ ഇങ്ങനെയല്ലേ കണ്ടിട്ടുള്ളൂ? ഇങ്ങനെ പോലും കണ്ടിട്ട് കാണുകയല്ലേ അല്ലേ? കണ്ടിട്ടുള്ളൂ അല്ലേ? കണ്ടോ? ഓ ഒരു കിഴങ്ങ് ഒടിഞ്ഞു പോയിട്ടുണ്ടോ? അത്രേ ഉള്ളൂ. അതെ, എൻ്റെ കൂനെല്ലാം പോയതുകൊണ്ടാണ്. അതേ നേരം പോയി കിടന്നു പോയായിരുന്നു. കാറ്റ് വന്ന് കിടന്നു പോയി.
ആരാ നോക്കാൻ വന്നിരിക്കുന്നത്? അന്നൊക്കെ എനിക്കാണ്. ഇങ്ങനെയാണോ ഞങ്ങൾ കപ്പ കുത്തി നിർത്തുന്നത്? ഫ്രഷ് കപ്പ ആയതുകൊണ്ട് ഇങ്ങനെ കുത്തി ഞുറുക്കിയെടുക്കാം. പിന്നെ വേരൊക്കെ എടുത്ത് കളഞ്ഞു എടുത്തുകൊണ്ടേ കപ്പ തണുക്കും. കൈനീട്ട് പോകണ്ടേ, ഇച്ചിരി ഏറെ വെള്ളത്തിനത് തിളപ്പിച്ച് വിട്ടാൽ നല്ലത്. അപ്പോൾ കപ്പ അവിടെ ഇരുന്ന് വേകുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള മുളക് അരച്ചെടുക്കാം. മുളക് അരയ്ക്കാൻ വേണ്ടി നമുക്ക് തേങ്ങ, കാന്താരി മുളക്, ചുവന്നുള്ളി, വെളുത്തുള്ളി, കുരുമുളക്, കരിവേപ്പില, ഇതോടൊപ്പം മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങ അരച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കപ്പ വെന്ത് കഴിയുമ്പോൾ നമുക്ക് കപ്പയുടെ വെള്ളം ഊറ്റിക്കളയണം. വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് വീണ്ടും സ്റ്റൗവിലേക്ക് തന്നെ വെച്ചിട്ട് അരപ്പും കൂടി ഇട്ട് കൊടുക്കണം. അരപ്പിട്ട് കൊടുക്കുമ്പോൾ നമ്മൾക്ക് ആ മിക്സിയൊക്കെ കഴുകുമ്പോൾ കുറച്ചും കൂടെ വെള്ളം കൂടെയൊക്കെ ഒഴിച്ച് നമ്മൾ ചെറിയ തീയിൽ ആവി കയറാൻ വേണ്ടി വെക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാവരുത് കേട്ടോ, ആവി കയറാൻ മാത്രമുള്ള വെള്ളം മാത്രം. അരപ്പിട്ട് കഴിയുമ്പം നമുക്ക് മൂടി വെച്ച് ആവിയിൽ അരപ്പയും കൂടി ഒന്ന് ആവി കയറി ഒന്ന് വെന്ത് കഴിയുമ്പം നമുക്ക് മൂടി തുറന്ന് ഈ കപ്പ ഇളക്കി നന്നായിട്ട് കുത്തി ഇളക്കിയെടുക്കണം. അപ്പോഴാണ് കപ്പയുടെ ആ രുചി. നല്ല നൂറുള്ള കപ്പയുടെ നല്ല രുചിയായിരിക്കും കേട്ടോ. അപ്പം ഈ കപ്പയ്ക്ക് നല്ല നൂറുള്ള കപ്പയായിരുന്നേ. അപ്പം നല്ല രുചിയായിരുന്നു. ചില ആളുകളൊക്കെ അതിന് കടുക് പൊട്ടിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യും. ഞങ്ങൾ നാട്ടിലൊന്നും ചെറുപ്പത്തിലൊന്നും കടുക് പൊട്ടിച്ചൊന്നും ഒരിക്കലും ഇടത്തില്ലായിരുന്നു കേട്ടോ. തേങ്ങ അരച്ച് ഇറക്കുന്നതായതുകൊണ്ട് നമുക്ക് കടുകൊന്നും പൊട്ടിക്കത്തൊന്നുമില്ല. അങ്ങനെ തന്നെയും കഴിക്കത്തുണ്ടായിരുന്നുള്ളൂ. ഏത് കറിയാണോ ഉള്ളത്, ചിലപ്പോൾ മീൻ കറി ആയിരിക്കും, ചിലപ്പോൾ ഇറച്ചിച്ചാറായിരിക്കും, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കറികളൊക്കെ കൂട്ടി നമ്മൾ കപ്പ കഴിക്കുമായിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ കപ്പ പേര്. ഇപ്പം കുറച്ച് പരിഷ്കരിച്ച് വേറെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് കപ്പ കൊണ്ട്, പാൽക്കപ്പ അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പോൾ അതൊന്നും ചെറുപ്പത്തിൽ നമ്മളൊന്നും കഴിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ കപ്പ ഇതുപോലെ കപ്പ വേവിച്ച് കഴിക്കുമായിരുന്നു. അതുപോലെ നമ്മൾ ഉണക്കപ്പ വേവിച്ച് കഴിക്കുമായിരുന്നു. അതുപോലെ നമ്മൾ പിന്നെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ചിലപ്പോൾ ഉണക്കപ്പയ്ക്ക് കറി ഇല്ലാത്തപ്പം ചെയ്യുന്ന ഒരു കാര്യം തികത്ത് കപ്പ വയ്ക്കും. അതായത് കപ്പ തികത്തിയെടുക്കും, ഉണക്കക്കപ്പ തികത്തിയിട്ട് അതിൻ്റെ അകത്തേക്ക് ജസ്റ്റ് വേവിച്ചെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് വെറുതെ തേങ്ങ മാത്രം ചിരണ്ടിയിടും ഉപ്പൊഴിച്ചിട്ട്. അപ്പോൾ അത് തന്നെ അങ്ങനെയും കഴിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഞങ്ങൾ കഴിച്ചിട്ടിരുന്നത്. അപ്പോൾ ഇത് ചുമ്മാ നിങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ ഓർത്തു. ഇത്രയാണ് കപ്പ പുരാണം. അപ്പോൾ താങ്ക് യു വെരി മച്ച്. ബൈ.